ഒരു മനുഷ്യൻ്റെ ജീവിതം മനോഹരമാകുന്നതും ആകർഷണീയമാകുന്നതും അവൻ്റെ സ്വഭാവം നന്നാക്കുമ്പോഴാണ്. ആളുകൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, അവനോട് ഇഷ്ടം തോന്നുന്നത്, അവനോട് സ്നേഹം തോന്നുന്നതൊക്കെ അവൻ്റെ സ്വഭാവം നന്നാകുമ്പോഴാണ്. ആളുകളോട് ഏറ്റവും മാന്യമായി പെരുമാറാനും ഒരാളെയും വെറുപ്പിക്കാതിരിക്കണമെന്നൊക്കെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. കാരണം മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, നാളെ ആഖിറത്തിൽ സ്വർഗീയ ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരായി നൽകുന്നത് നാട്ടിലുള്ള ദുനിയാവിലുള്ള അതേ ഭർത്താക്കന്മാരെയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മുടെ ഭാര്യമാർ അവർക്ക് ഭർത്താവായി ലഭിക്കുന്നത് ദുനിയാവിലെ ഭർത്താക്കന്മാരെയാണ്. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണിന് ഒന്നോ രണ്ടോ ഭർത്താക്കന്മാരുണ്ടായാൽ, അഥവാ കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവ് മരിക്കുകയും അടുത്ത കല്യാണം കഴിഞ്ഞ് രണ്ടാമതൊരു ഭർത്താവുണ്ടായി, അല്ലെങ്കിൽ ആ ഭർത്താവും ത്വലാഖ് ചൊല്ലി മൂന്നാമതൊരു ഭർത്താവുണ്ടായി, ഈ ഒരു രീതിയിൽ 3 or 4 ഭർത്താക്കന്മാരുണ്ടായാൽ നാളെ സ്വർഗത്തിൽ ഏത് ഭർത്താവിൻ്റെ കൂടെയായിരിക്കും നമ്മൾക്ക് സ്വർഗത്തിലേക്ക് ചെല്ലാൻ സാധിക്കുക എന്ന് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയിരുന്നു. ഇങ്ങനെ വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അള്ളാഹു ഒരു പ്രയാസം തന്നാൽ, അള്ളാഹു ബുദ്ധിമുട്ട് തന്നാൽ, അള്ളാഹു ഒരു വിഷമം തന്നാൽ ആ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഒരു ദിക്ർ മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ പ്രയാസ സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം, ഇതിന്റെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആസ്വദിക്കാൻ കഴിയും. ഒരുപാട് ആളുകൾ ഇങ്ങനെ ആസ്വദിച്ചത് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ സ്വന്തമായിട്ടും നമ്മൾക്കുണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, മക്കൾ മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, നമ്മുടെ വളരെ പ്രതീക്ഷയായിരുന്ന കച്ചവടങ്ങൾ തകർന്നുപോയി, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടായി, ഇച്ചം ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് പ്രയാസങ്ങളാണെങ്കിലും ആ ഒരു സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് വന്ന ഈ ഒരു മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് വന്ന ഈ ഒരു വിപത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ്. വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അതുകൊണ്ട് ഞാൻ ഇതിൽ ക്ഷമിച്ചത് കാരണം ഇതിനേക്കാളും നല്ല ഒരു പകരം നീ എനിക്ക് തരണേ എന്ന് സർവശക്തനായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണത്. അത് നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും, രോഗങ്ങൾ ഉണ്ടായാലും, കടബാധ്യതകൾ ഉണ്ടായാലും, ആക്സിഡന്റ് സംഭവിച്ചാലും, നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രാർത്ഥന നിരന്തരമായി നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അതിന് പകരമായി അള്ളാഹു ഒരു സന്തോഷം നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് തന്നെയാണ്. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നിരന്തരമായി ചെല്ലാൻ തുടങ്ങി. അതിനിടയിൽ ചോദിക്കുകയുണ്ടായി, നബിയെ, എനിക്ക് എൻ്റെ അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവ് കിട്ടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ അബൂ സലമ എത്ര നല്ല ഭർത്താവായിരുന്നു, എത്ര മാന്യനായ ഭർത്താവായിരുന്നു. ഈ അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവ് എനിക്ക് ലഭിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഏതായാലും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതല്ലേ, ഞാനത് ചെല്ലുകയാണ്. താമസിയാതെ ആ മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ അബൂ സലമയെക്കാളെന്നല്ല, ലോകത്തെ മനുഷ്യന്മാരിൽ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഒരാൾ കല്യാണം കഴിക്കുന്നുണ്ട്. അബൂ സലമയെക്കാളും നല്ലൊരു പകരം അള്ളാഹു ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകുന്നുണ്ട്. അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആ ഹബീബിനോടാണ് ചോദിക്കുന്നത്, 1, 2, 3 ഭർത്താക്കന്മാരുണ്ടായാൽ
നാളെ സ്വർഗത്തിൽ ആരുടെ കൂടെയായിരിക്കും? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, 3 ഭർത്താക്കന്മാരെ, 4 ഉണ്ടെങ്കിൽ 4 ഭർത്താക്കന്മാരെ, 2 പേരാണെങ്കിൽ 2 പേരെയും പെണ്ണിന്റെ മുമ്പിൽ അള്ളാഹു അണിയായി നിരയായി നിർത്തും. എന്നിട്ട് പെണ്ണിനോട് പറയും, നിന്നോട് ഏറ്റവും മാന്യമായി പെരുമാറിയ ആൾ ഇതിൽ ആരാണ്? നിന്നോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറിയ ആൾ ഇതിൽ ആരാണ്? നിന്നോട് നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നിനക്ക് സന്തോഷം കൈമാറിയ ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്? ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് അതേപോലെ ലോകത്തുള്ള ഭാര്യമാരോട് പറയുമെന്ന് പറഞ്ഞപ്പോ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ദഹബ ഹുസ്നുൽ ഖുൽഖി ബിഖൈറൈ ദുനിയ വൽ ആഖിറ. ഈ സ്വഭാവം ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും എല്ലാ ശ്രേഷ്ഠതകളും സ്വഭാവം കൊണ്ടുപോയല്ലോ നബിയെ എന്ന് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതുകൊണ്ട് ദുനിയാവിലെ എല്ലാ സുഖങ്ങളും ഉഖ്റവിയായ പാരത്രികമായ എല്ലാ സന്തോഷങ്ങളും സമ്പാദിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇരുലോകത്ത് വിജയിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഏറ്റവും അടിയന്തിരമായി അവൻ ചെയ്യേണ്ടത് അവന്റെ സ്വഭാവം നന്നാക്കലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു രാത്രി എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. ഖാമ യുസല്ലി, രാത്രി എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. ഫജഅല യബ്കി, നിസ്കാരം കഴിഞ്ഞ ഉടനെ കരയുകയാണ്. രാത്രി ഇങ്ങനെ നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ ഉടനെ കരയുന്നു, പിന്നെയും നിസ്കരിക്കുന്നു, പിന്നെയും കരയുന്നു. എന്നിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ നീ മനോഹരമാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ അല്ലാഹ്. രാത്രി ദുആ ചെയ്യാൻ. ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? സ്വഭാവം നന്നാക്കാൻ വേണ്ടി, സൗന്ദര്യത്തിനും സമ്പാദ്യത്തിനും സന്താനങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുന്ന നമ്മൾ സൽസ്വഭാവികളാകാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ദുആ ചെയ്യില്ല. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വലിയ സ്വഭാവക്കാരാണ് എന്നാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്ത് എന്നറിയണമെങ്കിൽ നമ്മുടെ ഭാര്യമാരോട് ചോദിക്കണം, നമ്മുടെ അയൽവാസികളോട് ചോദിക്കണം, നമ്മുടെ മക്കളോട് ചോദിക്കണം. അപ്പോൾ അറിയാം ഓരോ ആളുകളുടെ തനി സ്വഭാവം പുറത്തു വരാൻ. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം സ്വഭാവം നന്നാക്കാൻ. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അബൂ ദർദാ റളിയല്ലാഹു അൻഹ രാത്രി രാത്രി ഇങ്ങനെ ദുആ ചെയ്യാണ്, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാണ്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, അല്ലാഹുവേ നീ എന്റെ സൃഷ്ടിപ്പിനെ മനോഹരമാക്കിയല്ലോ റബ്ബേ, നീ എന്റെ സൃഷ്ടിപ്പിനെ മനോഹരമാക്കി. എന്റെ ശരീരങ്ങളിൽ അംഗവൈകല്യങ്ങളില്ല, എന്റെ കണ്ണിനോ എന്റെ കാലുകൾക്കോ എന്റെ കൈകൾക്കോ യാതൊരു പ്രശ്നമില്ല. വളരെ മനോഹരമായിട്ടാണ് നീ എന്നെ സൃഷ്ടിച്ചത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എത്ര മനോഹരമായിട്ടാണ് മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചത്. പക്ഷേ ഫഹസ്സിൻ ഖുലുഖി, അതേപോലെ നീ എന്റെ സ്വഭാവത്തെ നന്നാക്കണേ അല്ലാഹ്, അതേപോലെ എന്നെ നീ സ്വൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞ് സുബഹി നിസ്കാരം വരെ നിരന്തരമായി കരഞ്ഞു ദുആ ചെയ്യുകയാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹ. ഇത് ഭാര്യ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബഹിയുടെ ശേഷം, പ്രഭാത ശേഷം മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോട് ചോദിക്കുകയുണ്ടായി, യാ അബൂ ദർദാ, അല്ലയോ ഭർത്താവേ, മാ കാന ദുആഉക മുൻദുൽ ലൈല ഇല്ലാ ഫീ ഹുസ്നിൽ ഖുൽഖി. രാത്രി മുഴുവനും നിങ്ങൾ സ്വഭാവം നന്നാവാൻ വേണ്ടിയാണല്ലോ ദുആ ചെയ്തത്. എന്താണ് അങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം? രാത്രി ഖിയാമുൽ ലൈൽ നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ച് ഉറങ്ങാതെ കരഞ്ഞുകൊണ്ട് എന്റെ സ്വഭാവം നന്നാക്കണേ പറഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്ത് എന്ന് തന്റെ ഭർത്താവിനോട് ഭാര്യ ചോദിച്ചപ്പോ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ അബ്ദൽ മുസ്ലിമ, ഒരു മുസ്ലിമായ ഒരാൾ, ഒരു മുസ്ലിമായ ഒരു സഹോദരൻ, യുഹ്സിനു ഖുലുഖഹു, അവനവന്റെ സ്വഭാവത്തെ നന്നാക്കിയാൽ ആ ഒരു സ്വഭാവം കാരണം അവന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഹത്താ യുദ്ഖിലഹു ഹുസ്നു ഖുൽഖിഹിൽ ജന്ന, അവന്റെ സ്വൽസ്വഭാവം കാരണം അവന് നാളെ സ്വർഗ്ഗത്തിലെത്താമെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. വയുസീഉ ഖുലുഖഹു,
ഒരു മനുഷ്യന്റെ സ്വഭാവം മോശമായാൽ, പെരുമാറ്റം മോശമായാൽ, ഹത്താ യുദ്ഖിലഹു സൂഉ ഖുലുഖിഹിൻ നാർ, അവന്റെ മോശപ്പെട്ട സ്വഭാവം കാരണം, ദുഷിച്ച പെരുമാറ്റം കാരണം അവൻ നാളെ നരകത്തിലേക്കാണ് പോകാനുള്ളത് എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ വിഷയം നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷ. അല്ലാഹുവിന്റെ ഹബീബ് ഒരാളെയും ചീത്ത പറയാറുണ്ടായിരുന്നില്ല, ഒരാളെയും തെറി പറയാറുണ്ടായിരുന്നില്ല, ഒരാളെയും ഇൻസൾട്ട് ചെയ്യുമായിരുന്നില്ല. കഴിവിന്റെ പരമാവധി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. മഹാനായ അബ്ബാസ് തങ്ങളുടെ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ, ഫളൽ ഇബ്നു അബ്ബാസ് തങ്ങൾ എന്നിങ്ങനെ ഒരുപാട് മക്കൾ അബ്ബാസ് തങ്ങൾക്കുണ്ടായിരുന്നു. ആ മക്കളെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. അവരോട് പറയും, നിങ്ങളോട് അവർക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വെക്കുമായിരുന്നു, ഒരു ഡെസ്റ്റിനേഷൻ വെക്കുമായിരുന്നു. എന്നിട്ട് വരച്ച് അവിടെ നിന്ന് ഓട്ട മത്സരം തുടങ്ങാൻ അള്ളാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു. അവരെല്ലാവരും ഓടി വന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ കെട്ടിപ്പിടിക്കുമായിരുന്നു. ആരാണോ ആദ്യം വിജയിക്കുന്നത്, ആരാണോ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് ആദ്യമായി എത്തുന്നത്, അവർക്ക് അള്ളാഹുവിന്റെ ഹബീബ് സമ്മാനങ്ങൾ നൽകുമായിരുന്നു. ഇങ്ങനെയാണ് വളരെ മനോഹരമായി ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് നമ്മൾക്ക് കാണിച്ചു തരികയുണ്ടായി. ഒരിക്കൽ ഒരു കൂട്ടം ആളുകളോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയുണ്ടായി, നിങ്ങൾ രണ്ട് ഗ്യാങ്ങായി, രണ്ട് ഗ്രൂപ്പുകളായി ഒരു മത്സരം നടത്താം. ആർച്ചറി, അമ്പെയ്ത്ത് മത്സരം നമ്മൾക്ക് നടത്താം. ഇർമൂ ബനി ഇസ്മാഈൽ ഫഇന്ന അബാകും കാന റാമിയാ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനോഹരമായി ഇവിടെ അമ്പെയ്ത്ത് മത്സരം നടക്കാൻ പോവുകയാണ്. രണ്ട് ഗ്രൂപ്പുകളാക്കി, രണ്ട് ടീമുകളാക്കി, രണ്ട് ടീമുകളെ വേറെ വേറെ നിർത്തി എന്നിട്ട് അവരോട് മത്സരിക്കാൻ പറഞ്ഞു. രണ്ടുപേരും മത്സരത്തിന് തയ്യാറെടുത്തപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തിന്റെ കൂടെ നിന്ന്, ഞാൻ ഇവരുടെ കൂടെയാണെന്ന് പറഞ്ഞു, ഞാൻ ഈ ടീമിന്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മറ്റേ ടീമിന് വിഷമമായി, അവർ എറിയുന്നില്ല, അമ്പെയ്യുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്തേ നിങ്ങൾ മത്സരിക്കാത്തത്? അപ്പോഴാണ് ആ സ്വഹാബാക്കളുടെ മക്കൾ പറഞ്ഞത്, ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഞങ്ങൾക്കെതിരെ മത്സരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ മത്സരിക്കുക? നിങ്ങൾ ഞങ്ങൾക്കെതിരെയാണ്, നിങ്ങൾ മറ്റൊരു ചേരിയിലാണ്, നിങ്ങൾ മറ്റു ടീമിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് ഒരു ടീം മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇർമൂ ബനി ഇസ്മാഈൽ, നിങ്ങൾ മത്സരിച്ചോളൂ, ഫഇന്നീ മഅകും ജമീഅ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്, നിങ്ങൾ ധൈര്യമായി മത്സരിച്ചോളൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മത്സരിപ്പിക്കുമായിരുന്നു. അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുമായിരുന്നു. ഇന്ന് ഞാൻ ഒരു 2 മണി മുതൽ ഒരു 3:30 മണി വരെ പയ്യന്നൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു വരികയാണ്. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആ തൃക്കരിപ്പൂർ മണ്ഡലത്തിലുള്ള എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനും സമ്മാനം കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ഇത്തരം പ്രോത്സാഹനങ്ങൾ, ഇത്തരം അനുമോദനങ്ങൾ ഒരു മക്കൾക്ക്, ഒരു കുഞ്ഞിന് നൽകുന്ന ധൈര്യം ചെറുതല്ല. കാരണം ചെറിയ വളർന്നു വരുന്ന മക്കൾക്ക് വാക്കിനാലോ പ്രവൃത്തിയാലോ സമ്മാനങ്ങളും റിവാർഡുകളും നമ്മൾ നൽകുമ്പോൾ അവർക്ക് വലിയ വലിയ വളർച്ച ലഭിക്കുകയാണ്. അതിന് പകരം നമ്മുടെ മോശമായൊരു വാക്കുകൊണ്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയോ തെറി പറയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ വലിയ വലിയ പ്രതിഭകൾ, വലിയ വലിയ പ്രഗത്ഭരായ നേതാക്കന്മാരായി മാറേണ്ട ആളുകൾ മുളയിലെ ഇങ്ങനെയുള്ള നിരുത്സാഹം കേട്ട്, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് അവരുടെ വളർച്ച മുരടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മമാരോട്, അധ്യാപകരോട്, സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും മോശപ്പെട്ട വാക്കുകൾ പറയരുത്, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്, ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ പറയരുത്. കഴിവിന്റെ പരമാവധി ആളുകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്, ആളുകളോട് നല്ല വാക്കുകൾ പറയാനാണ് ശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, അഥവാ ഉഖ്റവിയായ പാരത്രിക ലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഫല്യഖുൽ ഖൈറാ, നല്ലതേ അയാൾ പറയാൻ പാടുള്ളൂ. വായ തുറന്നാൽ നല്ലതേ പറയാൻ പാടുള്ളൂ, നല്ല വാക്കുകളെ അയാളിൽ നിന്ന് വരാൻ പാടുള്ളൂ. ഔ ലിയസ്മുത്, നല്ലത് വരുന്നില്ല എങ്കിൽ നീ വായ തുറക്കരുത്, നിന്റെ നാവനക്കരുത്,
നീ സംസാരിക്കുകയാണെങ്കിൽ നല്ലതേ പറയാൻ പാടുള്ളൂ, മോശപ്പെട്ട ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുന്ന ആളുകളാണെങ്കിൽ ആളുകളോട് നല്ലത് പറയണം. ഒരാളെയും മുരടിപ്പിക്കുന്ന രീതിയിൽ, ഒരാളെയും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ഒരാളെയും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാക്ക് പോലും പറയരുത്. ഉമ്മമാരുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല, ഉപ്പമാരുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല, അധ്യാപകന്മാരുടെ, ഉസ്താദുമാരുടെ, ചങ്ങാതിമാരുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. ആ ഒരു വാക്ക് കാരണം അവന്റെ വളർച്ചയ്ക്ക് തകർച്ച സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് മാക്സിമം പ്രോത്സാഹനങ്ങൾ നൽകി ആളുകളെ മനോഹരമായി വളർത്താനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഉയർച്ച നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകട്ടെ. നാടിനും സമുദായത്തിനും മാതാപിതാക്കൾക്കും ദീനിനും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷാ. അല്ലാഹുവിന്റെ ഹബീബ് ചീത്ത പറയുന്ന ആളായിരുന്നില്ല, ഒരാളെയും വിഷമിപ്പിക്കുന്ന ആളായിരുന്നില്ല. തന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഓട്ടമത്സരം നടത്തിയത് എന്തിന്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ദാമ്പത്യ ജീവിതത്തിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടി, മസല് പിടിക്കാതിരിക്കാൻ വേണ്ടി. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പരസ്പരം മസല് പിടിക്കാനുള്ളതല്ല. അവിടെ റൊമാൻസ് വേണം, അവിടെ സ്നേഹം വേണം, അവിടെ സൗഹൃദം പങ്കിടണം, അവിടെ എൻജോയ്മെന്റ് വേണം. അതിനിടയ്ക്കിടെ ഈ ജീവിതം ബോറടിക്കാതിരിക്കാൻ, ഈ ജീവിതം മടുക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് പല വഴികളും നോക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് രണ്ടുപേരും ഓട്ടമത്സരം നടത്തിയത്. അതേപോലെ പള്ളിയുടെ മുമ്പിലേക്ക് പാട്ട് പാടാനും, അതേപോലെ പാട്ടുപാടി നൃത്തം വെക്കാൻ വന്ന ആളുകൾ അവർ വന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തന്റെ തോളിലേക്ക് ഉയർത്തി, തന്റെ കൈകൾ കൊണ്ടുയർത്തി, എന്നിട്ട് ആ കളി കാണിച്ചു കൊടുത്തത്, ആ പാട്ട് കേൾപ്പിച്ചു കൊടുത്തത് അത് ജീവിതത്തിൽ ഒരു ആസ്വാദനം ഉണ്ടാവാൻ, ഹലാലായ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ്. ജീവിതം ബോറടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആകെ മസല് പിടിച്ചു നിൽക്കരുത്. ആളുകൾക്കിടയിൽ കളിക്കാനും ചിരിക്കാനും തമാശകൾ പങ്കിടാനും ശ്രമിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ചില ആളുകൾ വലിയ ദിക്ർ ചൊല്ലുന്ന ആളുകളാണ്, ചില ആളുകൾ വലിയ നിസ്കരിക്കുന്ന ആളുകളാണ്, വലിയ ഖുർആൻ ഓതുന്ന ആളുകളാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞ് ദിക്ർ എന്ന് പറഞ്ഞ് തസ്ബീഹ് എന്ന് പറഞ്ഞ് ഭാര്യമാരുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലേൽക്കാൻ പാടില്ല. അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവരെ മൈൻഡ് ചെയ്യൽ, അവരോട് സംസാരിക്കൽ, അവരോട് മാന്യമായി പെരുമാറലൊക്കെ നമ്മുടെ ബാധ്യതകളാണ്. അതില്ലാതെ ഒരാളുടെയും ജീവിതം പൂർണ്ണമാവുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ഒരു പെണ്ണിനെ കുറിച്ചാണ് ചോദിച്ചത്. നല്ല നിസ്കാരക്കാരിയാണ്, കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്, തഹജ്ജുദുണ്ട്, സ്വതക്കയുണ്ട്, സകാത്തുണ്ട്, എല്ലാമുണ്ട്, നല്ലൊരു സച്ചരിതയായ പെണ്ണ്. പക്ഷേ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾക്ക് നല്ല അഭിപ്രായമല്ല. അയൽവാസികൾക്ക് അവളെ കുറിച്ച് മോശമായ അഭിപ്രായമാണ്. അയൽവാസികളോട് മോശമായി പെരുമാറുന്ന പെണ്ണായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്ത്? അവൾ മരിച്ചു പോയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ പറഞ്ഞത്, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന, നിസ്കാരം വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സുന്നത്ത് നോമ്പുകൾ ചെയ്യുന്ന സച്ചരിതയായ പെണ്ണ്. പക്ഷേ സ്വഭാവം മോശമായതിന്റെ പേരിൽ, അയൽവാസികളോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ പ്രത്യേകമായൊരു അന്വേഷണം നടത്താതെ, ഒരു വിശകലനം നടത്താതെ അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ പറഞ്ഞത്, സ്വഭാവം മോശമായാൽ ഒരു തഹജ്ജുദും അവർക്ക് ഉപകരിക്കുകയില്ല, ഒരു സ്വതക്കയും ഉപകരിക്കൂല, ഒരു സകാത്തും ഉപകരിക്കൂല, ഒരു നോമ്പും ഉപകരിക്കൂല. സ്വഭാവം നന്നാവാതെ ഒരാളും സ്വർഗത്തിലെത്തൂല എന്നാണ് ഈ പരിശുദ്ധമായ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു പെണ്ണിനെ കുറിച്ചാണ്. വലിയ നിസ്കാരക്കാരിയല്ല, വലിയ സച്ചരിതയായ പെണ്ണല്ല, പക്ഷേ ആ പെണ്ണിനെ കുറിച്ച് അയൽവാസികൾക്ക് പരാതിയില്ല, നല്ല സ്വഭാവക്കാരിയാണ്. സ്വതക്ക ആ പെണ്ണ് കൊടുക്കാറില്ല,
സകാത്ത് നിർബന്ധമായ ബാധ്യതകൾ വീട്ടി എന്നല്ലാതെ നിസ്കാരവും അതുപോലെ തട്ടിമുട്ടി നിസ്കരിക്കുന്ന ഒരു പെണ്ണ് വലിയ സൂഫി വര്യയോ സച്ചരിതയായ പെണ്ണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റൂല. പക്ഷെ ആ പെണ്ണിന്റെ പ്രത്യേകത ഒരു അയൽവാസിക്ക് പോലും ആ പെണ്ണിനെ കുറിച്ച് പരാതി പറയാനില്ല. ആ പെണ്ണും മരിച്ചു പോയിരിക്കുകയാണ്. ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിക്കാതെ പറഞ്ഞത് ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗക്കാരിയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അമൽ കുറഞ്ഞാലും ഇബാദത്ത് കുറഞ്ഞാലും സ്വഭാവം നന്നായാൽ നാളെ സ്വർഗ്ഗത്തിലേക്ക് എത്തുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വർഗ്ഗം സമ്പാദിക്കാനുള്ള വഴി നമ്മുടെ സ്വഭാവം നന്നാക്കലാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ലയബ്ലുഗു ബിഹുസ്നി ഖുൽഖിഹി അഅലാ ദറജത്തിൻ ഫിൽ ജന്ന. ഒരാൾ അയാളുടെ സ്വഭാവം നന്നാക്കിയാൽ, ഒരാൾ അയാളുടെ സ്വഭാവം മനോഹരമാക്കിയാൽ, ആളുകളോടുള്ള പെരുമാറ്റം നന്നാക്കിയാൽ അയാൾക്ക് സ്വർഗ്ഗത്തിലെ ഏറ്റവും മഹത്തമായ ഏറ്റവും ഉന്നതമായ ദറജ അല്ലാഹു നൽകുമെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വഹുവ ഗൈറു ആബിദ്, അയാൾ വലിയ ആബിദല്ല, അയാൾ വലിയ നിസ്കാരക്കാരനല്ല, അയാൾ വലിയ നോമ്പുകാരനല്ല, എന്നാലും സ്വഭാവം നന്നാക്കിയതിന്റെ പേരിൽ അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിലെ ഉന്നതമായ ദറജ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരാൾ വയബ്ലുഗു ബിസൂഇ ഖുലുഖിഹി, മോശം സ്വഭാവം കൊണ്ട് അസ്ഫല ദറകി ജഹന്നമ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഒരാൾ എത്തുമെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വഹുവ ആബിദുൻ, അയാൾ വലിയ ഇബാദത്ത് എടുക്കുന്ന ആളാണ്, അയാൾ വലിയ സൂഫി വര്യനാണ്, അയാൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ആളാണ്. പക്ഷെ അയാളുടെ സ്വഭാവം വളരെ മോശമാണ്. എന്നാൽ ആ സ്വഭാവം മോശമായതിന്റെ പേരിൽ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് അയാള് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമ്മുടെ നാടുകളിലൊക്കെ കാണാം ചില ആളുകളെ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്നവർ, ഇമാമിന്റെ നേരെ പിന്നിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നവർ, സുന്നത്തുകൾ ഒഴിവാക്കാറില്ല, തഹജ്ജുദ് ഒഴിവാക്കാറില്ല, പരിശുദ്ധ ഖുർആൻ അവർ ഓതാറുണ്ട്. പക്ഷേ അയൽവാസികൾക്ക് അവരെ കുറിച്ച് മോശം അഭിപ്രായമാണ്. നാട്ടുകാർക്കാർക്കും അയാളെ കുറിച്ച് മതിപ്പില്ല. ഒരാളും അയാളുടെ നന്മകൾ എടുത്തു പറയാറില്ല. എല്ലാവർക്കും അയാളെ കുറിച്ച് പറയുമ്പോൾ മോശപ്പെട്ട അഭിപ്രായമാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാം. കൃത്യമായി പള്ളിയിലേക്ക് വരുന്നവർ, കൃത്യമായി നിസ്കരിക്കുന്നവർ, സുന്നത്തുണ്ട്, ഖുർആനുണ്ട്, തഹജ്ജുദുണ്ട്, എല്ലാ നിസ്കാരങ്ങളും വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകൾ. പക്ഷേ അയൽവാസികൾ, ഇപ്പോ മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ പഠിപ്പിക്കുന്നത് ഒരാളുടെ സ്വഭാവം കൊണ്ട് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തും. അയാൾ വലിയ ആബിദാണെങ്കിലും വലിയ സൂഫി വര്യനാണെങ്കിലും ശരി, നിസ്കാരവും സുന്നത്തും സ്വദഖയും തഹജ്ജുദും ഖുർആനും ഒന്നും നാളെ നമ്മളെ രക്ഷപ്പെടുത്തൂല ഈ സ്വഭാവം മോശമായാൽ. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹുസ്നുൽ ഖുൽഖി ഹസനത്തുൻ ലാ തളുറു മഅഹാ കസ്റതു സയ്യിആത്ത്. സ്വഭാവം എന്നുള്ളത് ഒരു നന്മയാണ്. സ്വഭാവം നന്നാക്കുക എന്നത് ഒരു നന്മയാണ്. ലാ തളുറു മഅഹാ കസ്റതു സയ്യിആത്ത്. അയാൾ ഒരുപാട് തെറ്റു ചെയ്ത ആളാണ് എന്നത് ഇവിടെ ബാധിക്കുന്നില്ല. സ്വഭാവം നന്നായ ആൾ ഒരുപാട് തെറ്റ് ചെയ്തതുകൊണ്ട് അയാൾക്ക് നാളെ ആഖിറത്തിൽ പേടിക്കാനില്ല. ലാ തളുറു മഅഹാ കസ്റതു സയ്യിആത്ത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു, ഒരുപാട് പാപം ചെയ്തു. നാട്ടുകാരൊക്കെ ഇയാളുടെ ചിന്മയിൽ വേദനിക്കുന്നവരാണ്. പക്ഷെ ഇയാളുടെ സ്വഭാവം കൊണ്ട് ഇയാളോട് ഇഷ്ടമാണ്. അങ്ങനെയല്ല ചില ആളുകൾ നിസ്കരിക്കാൻ പള്ളിയിൽ വരൂല, നിസ്കരിക്കാൻ അയാൾ പള്ളിയിൽ വരൂല, പക്ഷേ അയാളുടെ സ്വഭാവം നാട്ടുകാർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ആഖിറത്തിൽ പ്രയാസപ്പെടുമെന്ന്. ഇല്ല, ഇവർ ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂടെയാണ്. എന്തിന്റെ പേരിൽ? സ്വഭാവം നന്നാക്കിയതിന്റെ പേരിൽ. വസൂഉൽ ഖുലുഖി സയ്യിഅത്തുൻ, സ്വഭാവം മോശമാവുക എന്നുള്ളത് സയ്യിഅത്തുൻ, ഒരു തെറ്റാണത്. ലാ തൻഫഉ മഅഹാ കത്റത്തുൽ ഹസനാത്ത്,
ഒരുപാട് നന്മ ചെയ്തു എന്ന കാരണത്താൽ സ്വഭാവ ദൂഷ്യമുള്ള ആൾ നാളെ രക്ഷപ്പെടൂല എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് നന്മകളുണ്ട്, തസ്ബീഹുണ്ട്, സ്വലാത്തുണ്ട്, തഹജ്ജുദുണ്ട്, ഖുർആനുണ്ട് എന്ന കാരണത്താൽ സ്വഭാവം മോശമായ ഒരാൾ നാളെ രക്ഷപ്പെടൂല എന്നാണ് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്വഭാവം നന്നാക്കലാണ് നാളെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി. നമ്മുടെ സ്വഭാവം നമ്മൾക്ക് നന്നാക്കാം, അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ, നമ്മുടെ സ്വഭാവം നീ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, നമ്മുടെ പെരുമാറ്റം നീ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച കാരണത്താൽ മഹാന്മാരായ സ്വഹാബാക്കളെ നാടുകടത്തുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്കല്ല. മഹാന്മാരായ സ്വഹാബാക്കൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അബിശീനിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നജാശി രാജാവാണ് അവിടെ ഭരിക്കുന്നത്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അല്പം ചില സ്വഹാബാക്കളും അവിടെ എത്തി. അങ്ങനെ നജാശി രാജാവ് ഇവർക്ക് അഭയം നൽകി. ആ ഒരു അഭയം നൽകിയത് കാരണത്താൽ വളരെ സുഗമമായി മഹാന്മാരായ സ്വഹാബാക്കൾ അവിടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മക്കയിൽ നിന്ന് ധിക്കാരികളായ കിങ്കരന്മാരായ ആളുകൾ നജാശി രാജാവിനെ സമീപിക്കുന്നത്. നജാശി രാജാവിന് സമ്മാനങ്ങളുമായിട്ടാണ് പോയത്. അല്ലയോ രാജാവേ, ഇവരെ നിങ്ങൾക്കറിയുമോ? ഇവര് മുസ്ലിമീങ്ങളാണ്. ഇവര് നിങ്ങളുടെ മതത്തെക്കുറിച്ച് കുറ്റം പറയുന്ന ആളുകളാണ്. നിങ്ങളുടെ ദൈവമെന്ന് വിശ്വസിക്കുന്ന ഈസയെ അവർ കുറ്റം പറയുന്നുണ്ട്. ദൈവമല്ല എന്ന് പറയുന്നവരാണിവർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഭിന്നിപ്പുണ്ടാക്കി വന്നവരാണ്. അതുകൊണ്ട് ഒരു നിലക്കും ഇവർക്ക് അഭയം നൽകരുത്. നിങ്ങളുടെ അധികാരം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ നാട് ഭിന്നിപ്പിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ നാട് കടത്തണമെന്ന് നജാശി രാജാവിനോട് ധിക്കാരികളായ മുശ്രിക്കീങ്ങൾ എത്തിറഞ്ഞപ്പോഴാണ് നജാശി രാജാവ് എടുത്തു ചാടുന്ന ആളല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിനനുസരിച്ച് നിയമമെടുക്കുന്ന ആളല്ല. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടുന്ന ആളല്ല. കാള പ്രസവിക്കൂലല്ലോ എന്ന് പോലും ചിന്തിക്കാനുള്ള തന്റെ ഇടമില്ലാതെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുത്തോടുന്ന സ്വഭാവം നമ്മൾക്കുണ്ട്. ഇന്നലെ നമ്മൾ കേട്ടു, ചെർക്കളത്തൂർ അബ്ദുള്ള മരിച്ചപ്പോൾ നമ്മുടെ ചെർക്കളം അബ്ദുള്ളയായി ചിത്രീകരിച്ചു. എവിടെയൊക്കെയാണ് അതിന്റെ വാർത്തകൾ എത്തിയത്? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഇങ്ങനെ ആവേശം കാണിക്കുന്നത്? അതിലെന്താണ് നമ്മൾക്ക് ലഭിക്കാനുള്ളത്? എത്ര പ്രാവശ്യമാണ് ഓരോ ആളുകളെ നമ്മളിങ്ങനെ നിരന്തരമായി കൊല്ലുന്നത്? അവർ ജീവിച്ചോട്ടെ, അവർക്ക് അള്ളാഹു നൽകുന്ന ആയുസ് വരെ അവർ ജീവിച്ചോട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ. എന്തോ ഒരു ആഗ്രഹമാണ്, എന്തോ ഒരു ആവേശമാണ് പല ആളുകളെ മരിപ്പിക്കാനും കൊല്ലാനും. വേണ്ട ചെറുപ്പക്കാരാ, അള്ളാഹു നാളെ ചോദ്യം ചെയ്യും ഇത്തരം ആഭാസങ്ങൾക്കെതിരെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമ്മുടെ ഓരോ നീക്കുപോക്കുകളും നാളെ അള്ളാഹു ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടൊരു കാരണവശാലും അറിയാത്ത വിഷയങ്ങൾ ഏർപ്പെടരുത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിയാത്ത വിഷയങ്ങൾ ഇടപെടരുത് എന്ന് എത്ര വ്യക്തമായ താക്കീതാണ് ഖുർആൻ നമ്മൾക്ക് നൽകുന്നത്. അറിയാത്ത വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ പോകരുത്. ഇൻജാഅകും ഫാസിഖും ബിനബ ഇൻജാഅകും യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു ഖബ്ല അൻ തുസീബു ഖൗമൻ ബിജഹാല. നിങ്ങൾക്കൊരു വാർത്ത ലഭിച്ചാൽ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ, വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ നിങ്ങൾക്കൊരു വാർത്ത തന്നാൽ അതിന്റെ സത്യാവസ്ഥ അറിയാതെ നിങ്ങൾ ഫോർവേഡ് ചെയ്യല്ല എന്ന്, ഷെയർ ചെയ്യല്ല എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞത് നമ്മുടെ വാട്സപ്പിനെയും ഫേസ്ബുക്കിനെ കുറിച്ച് തന്നെയാണ്, അല്ലേ? എന്താ എന്താണ് ഈ ഫാസിഖ് എന്ന് പറഞ്ഞാൽ? വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ, വിശ്വാസയോഗ്യനല്ലാത്ത ഒരാൾ. ഈ വാട്സപ്പിൽ വരുന്നതൊക്കെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിൽ വരുന്നത്? എന്തൊക്കെയാണ് നിരന്തരമായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇത്തരം ആളുകളോട് പറയാനുള്ളത്, നമ്മുടെ ചില ഷെയറുകൾ മറ്റു ചില ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട്.
അവർക്ക് വേദനകൾ സമ്പാദിക്കുന്നുണ്ട്, ഇതിന്റെ പേരിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഏത് വാർത്ത വന്നാലും ഉറപ്പിക്കാതെ ഷെയർ ചെയ്യല്ല. അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് എന്താണ് നമ്മൾക്ക് ലഭിക്കാനുള്ളത്? എന്തിനാണ് ഇങ്ങനെ വ്യഗ്രത കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ധൃതി കാണിക്കുന്നത്? അങ്ങനെ ഒരു വാർത്ത നമ്മൾക്ക് ലഭിച്ചാൽ ഉറപ്പിച്ച ശേഷം ജനങ്ങൾക്ക് അറിയിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ ഒരു ധൃതി കാണിക്കുന്നത്? ദയവ് ചെയ്ത് ഇത്തരം വിഷയങ്ങളിൽ പറയാനുള്ളത്, ആവശ്യമില്ലാതെ കാളപറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടല്ലേ സമൂഹമേ. ഉത്തമമായ സമുദായത്തിന്റെ, അല്ലാഹു തആല പറഞ്ഞ ഉത്തമമായ സമുദായത്തിന്റെ ഉടമകളായ നമ്മൾ ഇത്തരം വൃത്തികെട്ട സ്വഭാവങ്ങളിൽ ഏർപ്പെടരുത്. പറഞ്ഞു വരുന്നത്, നജ്ജാശി രാജാവ് ഇങ്ങനെ ഒരു എടുത്തു ചാടുന്ന സ്വഭാവക്കാരനല്ല. മക്കാ മുശ്രിക്കീങ്ങളായ ധിക്കാരികളായ അഹങ്കാരികളായ ആളുകൾ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതെ മക്കയിലെ മഹാന്മാരായ സ്വഹാബാക്കളെ വീണ്ടും നാടുകടത്താൻ പറഞ്ഞപ്പോ നജ്ജാശി രാജാവ് ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. നിങ്ങൾ ഒരാൾ പറയണം എന്താണ് ഇസ്ലാം എന്ന്. എന്താണ് ഇസ്ലാം? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇത്തരം സ്വഭാവക്കാരാണോ നമ്മൾ? ഇസ്ലാമിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ നൽകാൻ, ഒരു നിർവചനം നൽകാൻ, ഇസ്ലാമിനെ കുറിച്ച് വിശദീകരിക്കാൻ നജ്ജാശി രാജാവ് മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞപ്പോ മഹാനായ ജഅഫർ തങ്ങൾ എണീറ്റ് നിൽക്കുകയാണ്. രാജാവേ, എന്താണ് ഇസ്ലാം എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യ, ഞങ്ങൾ ഇരുണ്ട യുഗം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന, അജ്ഞതയുടെ യുഗമെന്ന് ആളുകൾ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. വിവരമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്, ജാഹിലിയ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. നഅ്ബുദുൽ അസ്നാം, ബിംബങ്ങളെ ആരാധിക്കുമായിരുന്നു ഞങ്ങള്. മരങ്ങളെ, കല്ലുകളെ, വൃക്ഷങ്ങളെ, തീയിനെ, വെള്ളത്തെ, സൂര്യനെ എന്നിത്യാദി വസ്തുക്കളെ ഞങ്ങൾ ആരാധിക്കുമായിരുന്നു. ചത്തുപോയ ശവങ്ങളെ തിന്ന ആളുകളായിരുന്നു ഞങ്ങള്. ചത്തുപോയത് അശുദ്ധിയാണെന്ന് പോലും വകവെക്കാതെ ചത്തുപോയതിനെ തിന്നുന്ന ആളുകളായിരുന്നു ഞങ്ങളെ. വ്യഭിചാരം ചെയ്യുന്നവരായിരുന്നു ഞങ്ങളെ. കുടുംബ ബന്ധത്തിന് യാതൊരു പ്രസക്തി പോലും നൽകാത്ത ആളുകളാണ് ഞങ്ങളെ. അയൽവാസികളോട് വളരെ മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങള്. ഇതായിരുന്നു ഞങ്ങളുടെ സ്വഭാവം. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. പിന്നെ പരിശുദ്ധമായ ഇസ്ലാം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇനിയാണ് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പോകുന്നത്. മുസ്ലിമീങ്ങളായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്താണ് ഇസ്ലാം എന്ന് നമ്മൾ കേൾക്കണം. ആരെങ്കിലും എഴുതി വെക്കുന്നതോ ആരെങ്കിലും പ്രഭാഷണങ്ങൾ നടത്തുന്നതോ അല്ല ഇസ്ലാം. ഇസ്ലാം എന്താണെന്ന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹത്താ ബഅസല്ലാഹു ഫീനാ റജുലൻ, ഞങ്ങളിലേക്ക് ഒരു മനുഷ്യനെ അല്ലാഹു അയക്കുകയുണ്ടായി, ഒരു പുരുഷനെ അല്ലാഹു നിയോഗിക്കുകയുണ്ടായി. നഅരിഫു അമാനതഹു, അയാൾ വിശ്വസ്തനാണ് എന്ന് ഞങ്ങൾക്കറിയാം. അയാൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വളർന്ന ആളല്ല, പൊട്ടി മുളച്ച ആളല്ല. അയാളുടെ ചെറുപ്പം മുതലേ ഞങ്ങൾക്കറിയാം അയാൾ വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. വസിദ്ഖഹു, അയാൾ സത്യസന്ധനാണ് എന്ന് ഞങ്ങൾക്കറിയാം. വഅഫാഫഹു, അയാളുടെ ചാരിത്ര ശുദ്ധിയും ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ തറവാട് ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവം ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധം ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഫദഅനാ ഇലല്ലാഹ്, ഞങ്ങളിലേക്ക് വന്നിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്ത മരങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കല്ലുകളെ നിങ്ങൾ ആരാധിക്കരുത്. ഫദഅനാ ഇലല്ലാഹി ലിനഅബുദഹു വനുവഹിദ, അല്ലാഹു ഏകനാണ്, ഏകനായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. ഇവിടെ കാണുന്ന കല്ലുകള്, മുള്ളുകള്, മരങ്ങള്, വൃക്ഷങ്ങളെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഇവർക്കൊന്നും ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയില്ല. വിളിച്ചാൽ നിങ്ങളുടെ വിളി പോലും കേൾക്കാത്ത ആളുകളാണിവർ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇവരെ ആരാധിക്കരുത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ പ്രപിതാക്കളും ആരാധിച്ചിരുന്ന കല്ലുകളെയും ബിംബങ്ങളെയും വലിച്ചെറിയാൻ പറഞ്ഞു. രാജാവേ, ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങൾ പറയണം. കല്ലുകളെ ആരാധിച്ചിരുന്ന ഞങ്ങൾ, മൃഗങ്ങളെ ആരാധിച്ചിരുന്ന ഞങ്ങൾ, ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ഞങ്ങൾ ഇനി കല്ലുകളെ ആരാധിക്കുന്നില്ല,
ബിംബങ്ങളെ ആരാധിക്കുന്നില്ല. ഈ കല്ലുകളെയും ഈ ബിംബങ്ങളെയും ഈ മരങ്ങളെയും സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് തീരുമാനിച്ചു. ഇതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങൾ പറയണം. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇതിന്റെ പേരിലാണ് മക്കയിൽ നിന്ന് ഞങ്ങൾ ആട്ടി ഓടിച്ചത്. നിങ്ങൾ പറയണം, ഞങ്ങൾ ചെയ്യുന്ന തെറ്റിതാണോ? ഞങ്ങളോട് പറഞ്ഞു, നുണ പറയരുത്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, ഒരാളോടും കളവ് പറയരുത്. എത്ര ലാഘവത്തോടെയാണ് കളവ് പറഞ്ഞിരുന്നത്! നമ്മുടെ ഓരോ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി കളവ് പറഞ്ഞിരുന്ന ഞങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുറാ. നിങ്ങളുടെ തല തെറിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വരെ, നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ വരെ, നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ വരെ, തല പോയാലും നിങ്ങൾ നുണ പറയരുത്, തല പോയാലും നിങ്ങൾ കളവ് പറയരുത്. കളവ് പറഞ്ഞിരുന്ന ഞങ്ങൾ പിന്നെ കളവ് നിർത്തി സത്യം പറയാൻ തുടങ്ങി. ഇതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ്? മുസ്ലിമായപ്പോഴാണ് കളവ് പറയുന്നത് നിർത്തി സത്യം പറയാൻ തുടങ്ങിയത്. ഇതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? രാജാവേ അങ്ങ് പറയണം. പിന്നെ മഹാനായ നജ്ജാശി രാജാവിനോട് മഹാനായ ജഅഫർ തങ്ങൾ ചോദിക്കുകയാണ്, വഅദാഇൽ അമാന, വഞ്ചന നടത്തരുത്, വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പഠിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ വഞ്ചിക്കുന്ന ആളുകളായിരുന്നു. ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് പൂർത്തീകരിക്കാത്ത ആളുകളായിരുന്നു ഞങ്ങൾ. വാഗ്ദാനം ലംഘിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങള്. വിശ്വാസ വഞ്ചന നടത്തുന്ന ആളുകളായിരുന്നു ഞങ്ങള്. അതെല്ലാം ഞങ്ങൾ നിർത്തി. ഞങ്ങളുടെ വാക്കിന് വില വന്നു. വിശ്വസിക്കുന്ന ആളുകളെ, നമ്മൾ വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കാതെ അവരെ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറാൻ തുടങ്ങി. ഇതാണോ രാജാവേ മുസ്ലിമായതിനു ശേഷം ഞങ്ങൾക്കുണ്ടായ മാറ്റം? ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങൾ പറയണം രാജാവേ. വസിലത്തുർ റഹിമി, കുടുംബബന്ധം ചേർക്കാൻ തുടങ്ങി രാജാവേ. ഉപ്പിക്ക് ഞങ്ങൾ സ്ഥാനം നൽകിയിരുന്നില്ല, ഉമ്മമാർക്ക് സ്ഥാനം നൽകിയിരുന്നില്ല, ജ്യേഷ്ഠന്മാർക്ക് അനുജന്മാർക്ക് ഞങ്ങൾ സ്ഥാനം നൽകിയിരുന്നില്ല. വഅഹ്യാനൻ നജൂറു അഖാന ഇദാ ലം നജിദ് ഇല്ലാ അഖാന. ചില സമയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരുമായി യുദ്ധം ചെയ്യുമായിരുന്നു, ഞങ്ങളുടെ അനുജന്മാരുമായി യുദ്ധം ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരല്ലാതെ വേറെ ഒരാളോടും യുദ്ധം ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കിടക്കിടെ യുദ്ധം ചെയ്യണം, ഞങ്ങൾക്കിടക്കിടെ വാള് പിടിക്കണം, ഞങ്ങൾക്കിടക്കിടെ പോരാടണം. ഞങ്ങൾക്ക് വേറെ ഒരാളോടും യുദ്ധം ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠന്മാരുടെ വീട്ടിലേക്ക് ചെന്ന് അവരോട് യുദ്ധം ചെയ്യുന്ന ആളുകളായിരുന്നു ഞങ്ങള്. സ്വന്തം അനുജന്മാരോട് യുദ്ധം ചെയ്യുന്ന ആളുകളായിരുന്നു ഞങ്ങള്. അതുകൊണ്ട് ആ ഒരു യുദ്ധം ഞങ്ങൾ നിർത്തുകയും എന്നിട്ട് വളരെ മാന്യമായി കുടുംബ ബന്ധത്തിന് ഒരുപാട് സ്ഥാനം നൽകുകയും ചെയ്തു. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? രാജാവേ പറയണം. ഉമ്മമാർക്ക് ഉമ്മമാരുടെ സ്ഥാനം നൽകി, ഉപ്പമാർക്ക് ഉപ്പമാരുടെ സ്ഥാനം നൽകി. ഉമ്മമാരെ ആദരിച്ചാൽ നാളെ സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞു, ഉപ്പമാരെ ആദരിച്ചാൽ നാളെ സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞു. ഭാര്യമാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. ഭാര്യമാരെ നിന്ദിക്കുന്നവർ ലോകത്തെ ഏറ്റവും വലിയ നിന്ദ്യരാണെന്ന് പറഞ്ഞു. ഭാര്യമാരെ ബഹുമാനിക്കുന്നവർ ലോകത്തെ ഏറ്റവും നല്ല മാന്യനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ ഭാര്യമാരെ ബഹുമാനിക്കാൻ തുടങ്ങി. മക്കളോടുള്ള കടമകൾ ഞങ്ങൾ പാലിക്കാൻ തുടങ്ങി. ഇതാണോ രാജാവേ ഞങ്ങൾ മുസ്ലിമായതിനു ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം? ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങൾ പറയണം. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പെണ്ണുങ്ങളെ, സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയിരുന്ന ഞങ്ങൾ, സ്ത്രീകളെ വധിച്ചിരുന്ന ഞങ്ങൾ, പെൺകുഞ്ഞ് ജനിച്ചാൽ വളരെ നിഷ്ഠൂരമായി കണ്ണിൽ ചോരയില്ലാതെ ദയയില്ലാതെ കുഴിച്ചു മൂടിയിരുന്ന ഞങ്ങൾ ആ കൊലപാതകം നിർത്തി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ. രണ്ട് പെൺകുട്ടികളെ ഒരാൾ ജന്മം നൽകിയാൽ എന്നിട്ട് അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് വസ്ത്രം നൽകി, അവർക്ക് വെള്ളം നൽകി, പ്രായപൂർത്തി എത്തുന്നത് വരെ വളരെ മാന്യമായി വിവേചനമില്ലാതെ അന്തസ്സോടെ വളർത്തി കല്യാണം കഴിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് എന്റെ ഹബീബ് ഞങ്ങളോട് പഠിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിരുന്ന ഞങ്ങൾ പെൺകുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി മത്സരിക്കാൻ തുടങ്ങി. രാജാവേ ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് നിങ്ങൾ പറയണം. എന്നിട്ടോ വഹുസ്നിൽ ജിവാരി,
അയൽവാസികളോട് മോശമായി പെരുമാറുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. അയൽപ്പക്കങ്ങൾക്ക് ഞങ്ങൾ അയൽപ്പക്കങ്ങൾക്ക് യാതൊരു പരിഗണന ഞങ്ങൾ നൽകിയിരുന്നില്ല. അവരോട് മോശമായിട്ടായിരുന്നു ഞങ്ങൾ പെരുമാറിയിരുന്നത്. ഇത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അയൽവാസികളോട് മോശമായി പെരുമാറുന്നവൻ മുഅ്മിനല്ല, അവര് മുസ്ലിമല്ല. അയൽവാസിയുടെ മതം നിങ്ങൾ നോക്കരുത്, അവരുടെ വർഗം നിങ്ങൾ നോക്കരുത്, അവരുടെ വർണ്ണം നിങ്ങൾ നോക്കരുത്. അയൽവാസി പട്ടിണി കിടന്ന് മരിച്ചാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോ നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ മക്കളോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ